ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഒറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 12 ഒറിയോ ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ട് ഇത്. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ജാർ അടച്ച് വെച്ചിട്ട് ഇത് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒട്ടും തരികളൊന്നും ഇല്ലാതെ ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാല് തണുത്ത പാലെടുക്കരുത് കേട്ടോ, റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള പാല് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ 1/2 കപ്പ് പാലും ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു ലൂസിലാണ് കേട്ടോ ഇപ്പോൾ ഇതിരിക്കുന്നത്. ഇതാ ഇഡ്ഡലി തട്ടിൻ്റെ ഓരോ കുഴിയിലും നമുക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നിന്ന് പെട്ടെന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് കുറേശ്ശെ മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇഡ്ഡലിയൊക്കെ വേവിക്കുന്നത് പോലെ തന്നെ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ആവിയേറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് വേവിക്കാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പുറത്തെടുത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ ഇതിൽ നിന്ന് എടുക്കാൻ. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടാറി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇതുപോലെ തന്നെ ഒട്ടും തന്നെ അടിയിലൊന്നും പറ്റി പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചോക്ലേറ്റ് ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് പ്രത്യേകിച്ച് അങ്ങനെ മാവൊന്നും റെഡിയാക്കി എടുക്കണ്ട. ബിസ്ക്കറ്റ് കുറച്ച് പൊടിച്ചെടുത്തിട്ട് ഇതുപോലെ ഇഡ്ഡലി ചുട്ടെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഇഡ്ഡലിയാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളൊക്കെ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. കേക്ക് ഒക്കെ പോലെ തന്നെയാണ്. പക്ഷേ നമുക്ക് ഇഡ്ഡലി ഉള്ള ആ ഒരു കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ എന്ന് പറയാൻ പറ്റില്ല. കാരണം ആവിയിൽ വേവിക്കുമ്പോൾ കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ ഇത് വെച്ചിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ചെറുതായിട്ടൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇഡ്ഡലിയാണിത്. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.